ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ഈവൻറ്റുകളെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആഗോള മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാന ഈവൻറ്റുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ യു എസിൽ നിന്ന് സർവീസ് PMI ഡേറ്റ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ യു എസിൽ നിന്ന് ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഉണ്ടായിരുന്നു. യു എസിലെ നോൺ ഫാം പേറോൾ ഡേറ്റ ഉണ്ടായിരുന്നു. ഈ 3 ഡേറ്റ നെഗറ്റീവായിട്ട് വന്നതുകൊണ്ട് യു എസിലെ സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന റേറ്റ് കട്ടിന് ഭംഗം ഉണ്ടാക്കിയേക്കാം എന്നുള്ളൊരു ചിന്തയിൽ യു എസ് മാർക്കറ്റ്, എസ്പെഷ്യലി നാസ്ഡാക്കും ഡോയും അതിശക്തമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും അത് കണ്ടു നിന്നില്ല. ഇന്ത്യൻ മാർക്കറ്റും ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം ഒരു 2%, 500-ലേറെ പോയിൻ്റാണ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ പെർഫോമൻസ് ഉൾപ്പെടെ, അതായത് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷവും നിഫ്റ്റി 120 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. യു എസ് മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ യു എസ് മാർക്കറ്റ് 41,600 എന്ന ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 2.5%, 1000 പോയിൻറ്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി. ആദ്യം നമുക്ക് ഡോയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഡോ ജോൺസിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡോ ജോൺസിൻ്റെ ചാർട്ടിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നു. 41,600-ൽ നിന്ന് 1,186%, അഥവാ 2.85% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഒരാഴ്ചയിലെ ചാർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് നിഫ്റ്റി 25,300 എന്ന റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 24,800 എന്ന റേഞ്ചിലാണ്. അതായത് ഏകദേശം ഒരു 500.2% നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇടിവ്. ഇനി എന്താണ് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇനിയുള്ള പ്രധാന പ്രശ്നങ്ങൾ? നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒരു സെപ്റ്റംബറിലെ റേറ്റ് കട്ടിന് ഭംഗമുണ്ടാക്കുമോ എന്നുള്ളൊരു ചിന്ത. ഇനി യു എസിൽ മാന്ദ്യസാധ്യതകൾ ആളുകൾ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. യു എസിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായിട്ടുള്ള വാരൻ ബഫറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ബാങ്ക് ഓഫ് അമേരിക്കയിൽ $7 ബില്യൺ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം സെല്ല് ചെയ്തിട്ടുള്ളത്. FISും DISും കഴിഞ്ഞ ആഴ്ചയിൽ FIസിൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നോക്കുമ്പോൾ ബൈയിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ആദ്യം FIസിൻ്റെയും DIസിൻ്റെയും ആക്ടിവിറ്റീസ് പരിശോധിക്കാം. FIS കാണാം, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 1,700-ഉം 1,000-ഉം 975 കോടി രൂപയുടെ ബൈയിങ് നടത്തി. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ചെറിയ തോതിൽ മാത്രമാണ് സെല് ചെയ്തിട്ടുള്ളൂ, 688-ഉം 620 കോടി രൂപയും. DIS എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് വെള്ളി വരെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഈവൻ വെള്ളിയാഴ്ച ദിവസം അവർ 2,121 കോടി രൂപക്ക് ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആരാ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്? റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഹെവി സ്റ്റോക്കുകളുടെ സെൽ ഓഫ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് വീക്കിലി അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോൾ ഇന്ത്യ, ONGC, ടാറ്റ മോട്ടേഴ്സ്, ഡോക്ടർ റെഡ്ഡി, NTPC തുടങ്ങിയ കമ്പനീസ് 5 മുതൽ 7% വരെയുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇതിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ എല്ലാം തന്നെ ടാറ്റ കർവിൻ്റെ വാഹനങ്ങളുടെ എല്ലാം തന്നെ ലോഞ്ച് ഈ ഒരാഴ്ച ഉണ്ട്. ഇനി നിഫ്റ്റി 500-ൽ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്, GSL, BHEL, ഹഡ്കോ, ഓയിൽ തുടങ്ങിയ കമ്പനീസ് 15% മുതൽ 9% മുതൽ 16% വരെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം 6 ലക്ഷം കോടി ആണ് BSE ലിസ്റ്റഡ് കമ്പനിയിൽ നിന്ന് മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷവും നിഫ്റ്റി 127 പോയിൻ്റ് ഇടിഞ്ഞു എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് എല്ലാം തന്നെ കുറച്ചധികം ആശങ്കകൾ എല്ലാ ആളുകളുടെയും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് തിങ്കളാഴ്ച ദിവസം നിഫ്റ്റി ഓപ്പൺ ആവും, ഏകദേശം ഒരു 6:30 ഓപ്പൺ ആവും. 6:30 മുതൽ ഇന്ത്യൻ സമയം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന നമ്മുടെ പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ടുള്ള 9 മണി വരെ പ്രത്യേകിച്ച് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്കൊരു 100 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അതല്ല, തിങ്കളാഴ്ച 6:30-ക്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായി നിഫ്റ്റി ആ ഒരു പോയിന്റ് റിക്കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ, ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ US മാർക്കറ്റ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്താം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ കാണാം US VIX 10% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് 2.5%, ഡോ 1%, അതായത് 436-ഉം 410 പോയിന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇടിഞ്ഞു.
അതിന് മുകളിലുള്ള FTSE CSE 40 ഡാക്സ് എന്ന് പറയുന്നത് ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റാണ്. റെഡിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച 7% സ്പൈക്ക് ചെയ്ത് 15 US വിക്സ് 10% സ്പൈക്ക് ചെയ്ത് 18. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടു. ബിറ്റ്കോയിനും ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം ഒരു 54,000 55,000 റേഞ്ചിൽ നിൽക്കുകയാണ്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ അവസ്ഥയും ചെറിയ തോതിൽ ഇടിവിലാണ് കാണാം. ഇൻഫോസിസ് 1.5%, വിപ്രോ 0.5%, ICICI ബാങ്ക് 2% അടുത്ത്, HDFC, ഡോക്ടർ റെഡ്ഡിയും ഏറ്റവും താഴെ, GDRൽ റിലയൻസും 2%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസിനെ സംബന്ധിച്ച് ബോണസ് ഷെയറിൻ്റെ ന്യൂസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റീനെ ഇതിൽ കൂടുതൽ ഇടിയാൻ വിടാതെ HDFCയും റിലയൻസും ഏഷ്യൻ പെയിൻറ്റും പോലെയുള്ള കമ്പനീസാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവസാന വെള്ളിയാഴ്ച ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതിൽ കൂടിയും ഏഷ്യൻ പെയിൻറ്റും HDFCയും റിലയൻസും ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ്, നല്ല രീതിയിലുള്ളൊരു പിന്തുണ നൽകി. കൂടാതെ തന്നെ DISൻ്റെ ആക്ടിവിറ്റി നമ്മൾ കണ്ടു. എല്ലാ ദിവസവും നെറ്റ് ബൈയിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവായിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 17 കോടി കവിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് 2.5 കോടിയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അത് 8 കോടിയാണ്. പടിപടിയായിട്ട് ഈവൻ നമ്മുടെ ഇലക്ഷൻ ആ ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷായ ഒരു സമയത്ത് പോലും 42 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ കടന്നു വരുന്ന എല്ലാ ആളുകളും തന്നെ അറിവ് കൃത്യമായിട്ട് നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മളെ ചാനൽ നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകിട്ടും പ്രീ മാർക്കറ്റ് ന്യൂസും കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ന്യൂസ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനൽ മാത്രമാണ് നമുക്കുള്ളത്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബ് ഉണ്ട്, ഡിവിഡൻഡ് പോലെയുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതും ജോയിൻ ചെയ്യും. നമ്മുടെ കോഴ്സ് മാത്രമാണ് പെയ്ഡ് ആയിട്ടുള്ളത്. നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ചാർജ് ചെയ്താണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ള എല്ലാ സർവീസും ഫ്രീ ആണ്. കോഴ്സ് എന്ന് പറയുമ്പോൾ സംശയ നിവാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകളിലേക്ക് പോകാം. ഗ്ലോബൽ ഈവൻറ്റിൽ ഏതൊക്കെ ഈവൻ്റാണ് അടുത്ത ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഈവൻറ്റുകളെന്ന് നോക്കാം. നമ്മൾ ന്യൂസാണ് ഷെയർ ചെയ്യുന്നത്. ആരെയും നമ്മൾ ഭയപ്പെടുത്താനോ ആരെയും ഉന്മേഷവാനാക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല. മാർക്കറ്റിലുള്ള കാര്യങ്ങൾ ഡേറ്റ അടിസ്ഥാനത്തിൽ വിത്ത് സ്ക്രീൻഷോട്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊന്നും അല്ല അത്. ഗ്ലോബൽ മാർക്കറ്റിലുള്ള സ്ക്രീൻഷോട്ടുകൾ തന്നെയാണുള്ളത്. നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഇവൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US നിന്ന് സെപ്റ്റംബർ 11 CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഉള്ളത്. സെപ്റ്റംബർ 12 പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഉള്ളത്. ചൈനയിൽ നിന്ന് സെപ്റ്റംബർ 9 ഇൻഫ്ലേഷൻ ഡേറ്റ ഉള്ളത്. എപ്പോഴാണ് സമയം കൃത്യമായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ 7 മണിയെന്ന് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ 11:30 AM. UK നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 11:30 AM. UK നിന്ന് GDP 11:30 AM. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 5:30 PM. എന്നാൽ സെപ്റ്റംബർ 12 UKയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ 12 PM. സോറി, അതിൻ്റെ ടൈം തെറ്റാണ്. 12 PM അല്ല, വൈകിട്ട് അത് കറക്റ്റാണ്. 12 PM കറക്റ്റാണ്. ഓക്കെ, സെപ്റ്റംബർ 13 അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ എന്ത് ഇൻഫ്ലേഷനാണ്? പണപ്പെരുപ്പം, ഉപഭോക്തൃ ഇൻഫ്ലേഷനും നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദന ഇൻഫ്ലേഷനും ഉണ്ട്. US നിന്ന് ഇൻഫ്ലേഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലും ഇതിൽ കൂടുതൽ ഈവൻറ്റ് എന്തിനാണ് മാർക്കറ്റിന് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ഈവൻ്റാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈവൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാണ് നമ്മൾ ഗ്ലോബൽ ഈവൻറ്റ് നോക്കുന്നത്? ഇതാണ് ഇമ്പാക്റ്റ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന US നിന്നുള്ള ആ ഒരു ഈവൻറ്റിൻ്റെ ആഘാതമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈവൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഈവൻറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം വലിയ തോതിലുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ഒരു സൈഡിൽ നിന്ന് നമ്മളെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഈ ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻറ്റും ഗ്ലോബൽ ഈവൻ്റാണ്. അത് പാലിക്കണമെന്നോ പാലിക്കപ്പെടണ്ടെന്നൊന്നും ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മളുടെ
നമ്മളെ ഒരു സെൻസ് ഉപയോഗിച്ച്, നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ നമുക്കെന്താണ് തോന്നുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നമ്മളെ മനസ്സിൽ കൊണ്ട് അതിനെ അനലൈസ് ചെയ്യുക. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആരെയും ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. ഡേറ്റാസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ആയിട്ടില്ല. എനിവേ ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.